എന്താണോ നിയമപരമായിട്ട് തീരുമാനിക്കുന്നത് ആ തീരുമാനം എടുക്കുക എന്ന് മാത്രമേ പറയാൻ പറ്റൂ. ഞങ്ങളിപ്പോൾ ഒരു ഡിമാൻഡ് പോലെ വേറെ എന്തെങ്കിലും കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഗവൺമെൻറ് ഉചിതമായ പ്രത്യേകിച്ച് വിദേശ പണത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന നിയമപ്രശ്നങ്ങളും ഒക്കെ ഗവൺമെൻറ്റിനെ മനസ്സിലാക്കാൻ സാധിക്കും. ഗവൺമെൻറ് ആവശ്യമായ നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് തെരഞ്ഞെടുപ്പ് വരാൻ പോകാണല്ലോ, അത് ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരു നീക്കമാണെന്ന് പറഞ്ഞ കഴിഞ്ഞ കുറേ കാലങ്ങളായി ശുപാർശ കൊടുത്തിട്ട് ഇപ്പം അത് മൂവ് ചെയ്യുന്നതിന് പിന്നെ അത് ഞാനതാ പറഞ്ഞത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ഏജൻസി ഇപ്പോൾ എല്ലാ കാലത്തും വരുന്നുണ്ട്. നോട്ടീസ് വരും, അതുപോലെ തന്നെ വ്യത്യസ്ത രീതിയിലുള്ള ഇടപെടൽ വരും, അതൊക്കെ വരുന്നുണ്ട്. അതും ഇതും തമ്മിൽ താരതമ്യം ചെയ്യേണ്ട കാര്യമില്ല. ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയോ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയോ ഒരു പ്രശ്നം മാത്രമല്ല. വിദേശത്തുള്ള പണം അവിടെ പോയി യോഗം ചേരാനും പണം സ്വരൂപിക്കാനൊന്നും ആർക്കും അവകാശമില്ലല്ലോ. അങ്ങനെ വന്ന കാര്യം വെച്ചുകൊണ്ട് എന്താണ് നിയമപരമായ കാര്യം എന്നുള്ളത് ഗവൺമെൻറ് ആലോചിക്കുക എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. മുഖ്യമന്ത്രിയാണ് ഈ കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത്, ശുപാർശ ഗവൺമെൻറ്റാണ് തീരുമാനിക്കേണ്ടത്. സർക്കാരിന് അങ്ങനെ ഒരു ഇന്റൻഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരു വർഷം മുമ്പ് കൊടുത്ത ശുപാർശ ഇപ്പോൾ വരില്ലല്ലോ. അപ്പോൾ സർക്കാരിന്റെ ഇന്റൻഷൻ അല്ല ഇതിൽ പ്രധാനം എന്നാണോ തെളിയുന്നത്? പക്ഷേ അറിയില്ല, അല്ല, ഈ കേന്ദ്ര സർക്കാർ ഇതിനകത്ത് ഒരു തീരുമാനം എടുക്കാതെ വി ഡി സതീശനായതുകൊണ്ടാണോ CBI ഇതിനകത്ത് ഒരു തീരുമാനം എടുക്കാത്തത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം CBI അന്വേഷണം എന്ന് പറയുന്നത് എല്ലാറ്റിൻ്റെയും അവസാന വാക്കാണെന്നുള്ള നിലയിലൊന്നും ഞങ്ങൾ സ്വീകരിക്കുന്നില്ല. പക്ഷേ ഇത് വിദേശവുമായിട്ട് ഉൾപ്പെടെ ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യം അന്വേഷിച്ച് അതിൻ്റെ ഭാഗമായിട്ടുള്ള റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് തീരുമാനിക്കേണ്ട കാര്യമാണ് ഞങ്ങൾ അംഗീകരിക്കുന്നത്. എറണാകുളം ജില്ലാ എക്സിക്യൂട്ടീവ് അടുത്ത വിമർശനം